ഹലോ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാമ്പ് കിട്ടിയിട്ടുണ്ടായി, നേന്ത്രവാഴേൻ്റെ കാമ്പാണ്. അപ്പോൾ കാമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയാണ്, വൈകുന്നേരം പിന്നെ ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഇന്ന് വൈകുന്നേരം രാത്രിയേക്ക് ഉപ്പേരിയാക്കാന്ന് വെച്ചിട്ടാണ് കഞ്ഞിയും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് കാമ്പ് ഉപ്പേരി വെക്കാം. ഇത് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് പറയല്. വാഴപ്പിണ്ടി എന്നല്ല ഇതിന് പറയുന്നേക്കാം. അപ്പോൾ നമ്മൾ കാമ്പ് എന്ന് പറയില്ല കേട്ടോ. കാമ്പ് പിന്നെ ഇതിൻ്റെ മറ്റേന്നാണ് കാമ്പ്, കൂമ്പിന് കൂമ്പ് എന്നാണ് പറയുക. ഇത് വാഴച്ചുണ്ട് എന്നെല്ലാം പറയുന്നില്ല ഒരാൾ, അതിന് കൂമ്പ് എന്നാണ് നമ്മൾ പറയല്. അങ്ങനെ ഇത് എന്താ മുറിച്ച് പിന്നെ അതിൻ്റെ നാരെല്ലാം നമ്മളിങ്ങനെ കൈക്ക് ചുറ്റി ചുറ്റി എടുക്കുക ചെയ്യുക. ഇത് മുറിക്കുന്നതിന് നമ്മൾ കൈക്ക് അതിൻ്റെ നാര് ചുറ്റി എടുക്കും. അങ്ങനെ ഞാൻ വേഗം ഇത് മുറിച്ചിടും എന്നിട്ടാ. അപ്പോൾ വൈകുന്നേരം നല്ല ചൂടില്ല കഞ്ഞിയാക്കാന്ന് വെച്ചിട്ടാണ് കഞ്ഞി, പിന്നെ ഇത് കാമ്പുപ്പേരി, പിന്നെ അച്ചാറും ഉണ്ട്. അച്ചാറും കൂടി ആക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വേഗം ഇത് മുറിച്ചിട്ടിട്ട് വേഗം ഇത് മുറിച്ചിട്ടിട്ട് പിന്നെ എന്നിട്ടാകുമ്പോൾ നമുക്കിത് എല്ലാം വട്ടത്തിൽ മുറിച്ചിട്ടിട്ടാകുമ്പോൾ നമുക്ക് ചെറുങ്ങനെ മുറിച്ചിടാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല രസമാണ്. ഇത് അങ്ങനെ ഈ കാമ്പും കൂമ്പും എല്ലാം നല്ല അടിപൊളിയാണ്. പിന്നെ എന്നാ ഒരു വിഷവും ഇല്ലാത്ത എന്ന് പറയുന്നത് നല്ല സാധനമല്ലേ അല്ലേ, നാടൻ സാധനമല്ലേ. അങ്ങനെ എല്ലാം ഇതാ വേഗം മുറിച്ചിടുകയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കഷ്ണം അവിടെ വെച്ചിട്ട് ഒരു കഷ്ണം പച്ചടിയാക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ വെച്ചതാണ്. എന്നാൽ പച്ചടി ഇങ്ങനെ പെരക്കാക്കൂലേ, കാമ്പ് പെരക്കല്ലാക്കൂലേ, അങ്ങനെ പെരക്കാക്കാന്ന് വെച്ചിട്ട് വെച്ചതാണ്. ഇത് കണ്ട കൈക്ക് ചുറ്റി ചുറ്റി എടുത്തിട്ട് അതിൻ്റെ നാരിങ്ങനെ മുറിക്കുന്നതിനെ കൈക്ക് ചുറ്റി എടുക്കും, പിന്നെ അതങ്ങ് എടുത്ത് കളയും. അപ്പോൾ ഒരു കഷ്ണം അവിടെ വെച്ചിട്ട് ഞാൻ വെച്ചത് പെരക്കാക്കാന്ന് വിചാരിച്ചിട്ടാണ്, കാമ്പ് പെരക്കാക്കാന്ന് വെച്ചാൽ. പിന്നെ ഇത് മുറിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ലേശയില്ല. എന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, ബാക്കിയെല്ലാം കൂടെ മുറിച്ചിട്ടു. ബാക്കി ഇതും കൂടെ കാമ്പും കൂടെ മുറിച്ചിട്ടു. അങ്ങനെ വേഗം നമുക്കിനി ഇതാ ഈ വട്ടത്തിൽ മുറിച്ചിട്ട് ഇങ്ങനെ 2-3 ഒന്നിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടാം കേട്ടോ. ഇങ്ങനെ തെറിച്ചിടും പോലെ എടുത്തിട്ട് ചെറുങ്ങനെ അരിഞ്ഞിടാം. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം ഇത് വെറുങ്ങനെ തിന്നാൻ തന്നെ എന്തൊരു ടേസ്റ്റാണെന്ന് പറയാം. നല്ല രസമാണ് വെറുങ്ങനെ തിന്നാൻ, നല്ല പിന്നെ രസമാണ്. അപ്പോൾ വേഗം ഇത് മുറിച്ചിടട്ട്. അപ്പോൾ ഞാൻ വെച്ച് ഇനി കറിയാക്കുന്നതിന് മുമ്പേ നമുക്ക് കഞ്ഞിയാക്കിയാൽ ഇങ്ങനെ തന്നെ എന്താ പറയുക, ഈ ഉപ്പേരി ഉണ്ടായി പിന്നെ ഒരു അച്ചാറോ എന്തെങ്കിലും കൂട്ടിയാൽ പിന്നെ വേഗം പിന്നെ അതല്ലേ. അപ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ. ഈ കാമ്പുപ്പേരി എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് പിള്ളേർക്കെല്ലാം. അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചെന്നാൽ പിന്നെ അതാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പശുവിൻ്റെ വെള്ളം എടുക്കാൻ പോയൊരു അടുത്ത വീട്ടിലെ പിന്നെ അവർ തന്നെയാണ്. അപ്പോൾ നേന്ത്രവാഴേൻ്റെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അധികം മുറിക്കാനും ഒന്നും പണിയുണ്ടായിട്ടില്ല കേട്ടോ. വേഗം മുറിച്ചാലും കിട്ടുന്നു. ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടും. ഇനി ഞാൻ ബാക്കിയെല്ലാം മുറിച്ചിട്ട് കാണിക്കാം. അങ്ങനെ ഇതെല്ലാം ചെറുങ്ങനെ മുറിച്ചിട്ടു. ഇനി നമുക്ക് വേഗം ഇതൊന്ന് കഴുകിയെല്ലാം വാരി അടുപ്പത്ത് വെക്കാനാക്കാം. കാണുന്നില്ല, ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടുക. അപ്പോൾ നമ്മൾ പെരക്കാക്കുന്നതിൻ്റെ ഈരും കൂടെ ലേശം കൂടി ചെറുങ്ങനെ മുറിച്ചിടണേ. എന്നാലാണ് നല്ല എന്താ പറയണ്ട്, പെരക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴുകി ചീനിച്ചട്ടിയിൽ വാരിയിടും. അതിനെ എല്ലാം കൂടെ കഴുകിയിട്ട് ഞാൻ പിന്നെ വറവിലിടുമല്ലോ, അതിന് വെച്ചിട്ടാകുമ്പം എല്ലാം വന്നിട്ടാകുമ്പോൾ ലാസ്റ്റ് വറുത്തിടാന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് വറവിലിടുന്നില്ല. അങ്ങനെ ഞാൻ ലേശം ഉപ്പും ഇട്ട് ലേശം വെള്ളം കുടഞ്ഞിട്ട്, വെള്ളിയിൽ തന്നെ ഉണ്ടാവും, ലേശം വെള്ളവും കുടഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേഗം അത് വന്നിട്ടാകുമ്പോൾ നമുക്ക് ലേശം തേങ്ങയും കൂടെ ചിരകി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ കാമ്പെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലേശം തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്ത് ഇനി വറുത്തിട്ടിട്ട് നമ്മൾ കാണിക്കേ. പിന്നെ ലേശം വെളുത്തുള്ളിയും കടുവും പറങ്കിയും കൂടെ വറുത്തിടാനാണ്. അരി വറുത്തിടും ഞാൻ, പിന്നെ ഇന്ന് അരിയൊന്നും വറുത്തിടാൻ നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ വറുത്തിട്ടിട്ട് കടുവും നമ്മളെ വറ്റൽമുളകില്ലേ, പറങ്കി കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടിയാണ് വറുത്തിട്ടിന്. എൻ്റെ അമ്മ, ഈ വറവിൻ്റെ മണവും കൂടെ വരുമ്പോണ്ടല്ലോ എന്താണെന്നറിയാം, നല്ല മണം. ഇപ്പം തന്നെ വായിന്ന് വെള്ളം വരുന്നത്, എന്തെന്നാ മണം എന്നറിയാം. ആ വെളുത്തുള്ളിൻ്റെയും കടുവിൻ്റെയും പറങ്കിൻ്റെ എല്ലാം മണം വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മോ എന്തൊരു മണമാണ്. നല്ല എന്താ പറയുക, വായിന്ന് വെള്ളം വരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായി കാമ്പുപ്പേരിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ ഇതുപോലെ വെക്കലുണ്ടോ, നിങ്ങൾ ഇതിനെന്നാ പറയലെന്നെല്ലാം പറയണേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറയണേ കാമ്പുപ്പേരി. അപ്പോൾ മക്കൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ തിന്നുകൊണ്ട് നിൽക്കും. അപ്പോൾ നമുക്ക് കറണ്ട് പോകും വരും ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇന്ന്. അങ്ങനെ അവർ തിന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്, നല്ല രസമുണ്ട്, നല്ല സൂപ്പറാണെന്നെല്ലാം പറയുന്നുണ്ട്. അവർ വെറുങ്ങനെ തിന്നു. അവർക്ക് കഞ്ഞിക്കും വേണ്ട, അവർക്ക് വെറുങ്ങനെ തിന്നാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളെല്ലാം ഇതുപോലെ ആക്കലുണ്ടെങ്കിൽ ഒന്ന് പറയണേ.